മക്കളുടെ വിവാഹം ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. മകനോ മകളോ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിറഞ്ഞ മനസ്സുമായി നിൽക്കുന്ന അച്ഛനും അമ്മയും ഭൂരിഭാഗം വീടുകളിലെയും കാഴ്ചയാണ്. അത്തരത്തിൽ മകളുടെ വിവാഹത്തിനായി കാത്തിരുന്ന വീട്ടിലേക്കെത്തിയത് ചേതനയറ്റ പിതാവിന്റെ ശരീരമായിരുന്നു. നെഞ്ചുപിടയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ പാവന്നൂരിൽ നിന്നും പുറത്തു വന്നത്. കുറ്റിയാട്ടൂർ പാവന്നൂർ മൊട്ടയിലെ പുതിയ വീട്ടിൽ PV വത്സനാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ഈ മാസം 28-ാം തീയതിയായിരുന്നു വത്സന്റെ മകളായ ശിഖയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വരികയുമായിരുന്നു. വിവാഹ കുറിയടക്കം അച്ചടിച്ച് ക്ഷണം ആരംഭിച്ചിരുന്നുവെന്നാണ് വിവരം. അതിനിടയിലാണ് വീടിന്റെ മുൻപിൽ വെച്ച് തന്നെ പിതാവിന് മരണം തട്ടിയെടുക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വന്നിരുന്നു. ഇതിനായി വീടിന് മുൻവശത്ത് തന്നെയുള്ള റോഡിനോട് ചേർന്ന് ജില്ലിപ്പൊടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി എതിർവശത്തുള്ള വീട്ടിൽ നിന്നും ഉന്തുവണ്ടി എടുക്കാനായി പോയതായിരുന്നു ഇദ്ദേഹം. ഉന്തുവണ്ടി എടുത്ത ശേഷം തിരികെ എത്തി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ഇരിക്കൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു കാറ് ഇദ്ദേഹത്തെ വന്ന് ഇടിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7:30 സംഭവം നടക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തെ അപകടത്തിൽപ്പെട്ട അതേ കാറിൽ തന്നെ മയ്യിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. വത്സന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അലമുറയിട്ട് കരയുന്ന 2 പെൺമക്കളുടെയും ഭാര്യ പ്രീതയുടെയും കാഴ്ച കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല. മുല്ലക്കൊടി പാലത്തിന് സമീപത്ത് ഫർണിച്ചർ കട നടത്തിവരികയായിരുന്നു വത്സൻ. നേരത്തെ പാവന്നൂർ മൊട്ട ബോക്കോ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. DYFI CPM സംഘടനകളുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. 15 വർഷങ്ങൾക്ക് മുൻപാണ് ഫർണിച്ചർ കട തുടങ്ങിയത്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന വത്സന് മുല്ലക്കൊടിയിലും വലിയ സൗഹൃദ വലയം തന്നെ ഉണ്ടായിരുന്നു. വത്സന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ മുല്ലക്കൊടിയിലെ ഫർണിച്ചർ ഷോപ്പിലും പാവന്നൂർ മൊട്ട MP അച്യുതൻ സ്മാരക മന്ദിരത്തിലും നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. ശ്വേതയാണ് വത്സന്റെ മറ്റൊരു മകൾ. എന്തായാലും വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗൃഹനാഥന് സംഭവിച്ച അതിദാരുണമായ മരണത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.